ഹലോ ഹലോ ബ്രോ ഇന്ന് താനാ മിമിക്രിക്കാതൊരു വീണാണല്ലേ? അതെ അതേ എനിക്ക് ഒന്ന് രണ്ട് നടന്മാരുടെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു തരാമോ? എന്താണ് ഞാൻ അന്ന് കേട്ടിരുന്നു ലാലു അലക്സിന്റെ ഒക്കെ പൊളിയായിരുന്നു. വേറെ ചേർന്നുണ്ട്. ഞാൻ ഒരു 2 ഡയലോഗ് ഞാൻ എടുത്തരാം. 2 ഡയലോഗൊന്നും പോരാ, എനിക്ക് കുറച്ച് സിനിമ നടന്മാരൊക്കെ എടുക്കണം. അന്ന് ഒരുപാട് പേര് എടുക്കണേ കണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ലാലു അലക്സിന്റെ തന്നെ ആദ്യം ഒന്ന് കീച്ച്. കാശ്മീരം എന്ന സിനിമയില് ലാലു അത്താർക്ക് ചേച്ചി മാനസികമായാണ് ചേച്ചി അവൻ ടൂറുപോയത്. അവനെ കൂളിൽ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ എന്താണ് ചേച്ചി ഞാൻ ചെയ്യേണ്ടത്? നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിരുന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല മാഡം. കാര്യം പറഞ്ഞപ്പോൾ ന്യായം പറയുന്നു. അടിപൊളി. അതെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നമുക്ക് നരേന്ദ്രപ്രസാദിന്റെ ഒരു സൗണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. നരേന്ദ്രപ്രസാദിന്റെ ഓക്കെ. മറ്റേതാണ് മാധവൻ. അത് 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണകൾ വാരിയെടുത്ത് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. വാക്കുമാറ്റാൻ സൂര്യൻ പണിഞ്ഞാർന്നും മുതിച്ചില്ലല്ലോ. കണിമംഗലം കോവിലകം നാശമാകട്ടെ. അതിന് മേൽ നിലപ്പുറ നിലമുത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പൻ്റെ വാക്ക് മാറ്റണോ വേണ്ടെന്ന്. ഐസിന് വേണ്ടി ഉറക്കെ പ്രവർത്തിച്ചുള്ളുക ആയുഷ്മാൻ ബാബ. അടിപൊളി. ഇനി നമുക്ക് എന്താണ് അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റിയത്? നമുക്ക് ജഗദീനൊന്നും ശ്രീകുമാർ ബാക്കിൽ നിന്ന് ഇറങ്ങി വന്ന ആക്ഷനോടുകൂടി ഒന്ന് എടുക്കട്ടോ. തന്നോട് വർത്താനം പറഞ്ഞിട്ട് ഒരുപാട് നാളെ തമ്മിലെ പട്ടാളത്തിലെ ചിട്ടകളൊക്കെ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. നാരായണ കൂരായണ. അടിപൊളി അടിപൊളി. അത് ഈ മിമിക്രി പറയുമ്പേ നമ്മുടെ വഴി കൂടി പോണവരുടെ രീതി. എന്താണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതില്ല. സൂര്യമാനസത്തിലെ മമ്മൂട്ടീനൊന്ന് ചെയ്തു നോക്കാം. സൂര്യമാനസം മമ്മൂട്ടി. ഓക്കെ. അമ്മ 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 പുട്ടുംകടലെ മേടിച്ചു തരും അമ്മ. അമ്മ ആ കിടക്കണ പറമ്പൊത്തം നമുക്ക് മേടിക്കണ്ട അമ്മ. അമ്മ എല്ലാം മേടിച്ചു തരും അമ്മ. അമ്മ എന്തിനാ അമ്മ? അമ്മ പുട്ടൻകടല മേടിച്ചില്ലേ അമ്മ? വാ അമ്മ പോകാം അമ്മ. അത് അടിപൊളിയായിട്ടുണ്ട്. അത് മതിയോ തൽക്കാലം? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഓക്കെ, നിന്റെ പേരും ഇതൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് സനിൽ, കൊച്ചിൻ സനിൽ. കലാവോൻ സനിൽ. കൊച്ചിൻ കലാവോൻ സനിൽ, പറൂർ താമസിക്കുന്നു. ഓക്കെ. എന്റെ ഫോൺ നമ്പർ കൂടി പറഞ്ഞു തരാം, ആരെങ്കിലും വിളിച്ചാലോ? ഫോൺ നമ്പർ പറയാൻ വേണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക്സ്.